ഇപ്പോൾ വി കെ ഹംസ അബ്ബാസ് ചേരുന്നു. ഹംസ അബ്ബാസ്, സൗദി അറേബ്യയിലെ എന്ന് മാത്രമല്ല ആദ്യത്തെ അന്താരാഷ്ട്ര പത്രത്തിൻ്റെ എഡിറ്ററാണ് താങ്കൾ. ഇന്ത്യയും സൗദിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായത് 2006 അബ്ദുള്ള രാജാവിൻ്റെ ഇന്ത്യ സന്ദർശനത്തോടെയാണ്. നമുക്കറിയാം, ഡൽഹി പ്രഖ്യാപനം എന്ന പേരിൽ ഒരു ഉഭയകക്ഷി കരാർ ഒപ്പിടുന്നു. പിന്നീട് റിയാദ് പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് റിയാദ് സന്ദർശിച്ച് റിയാദ് പ്രഖ്യാപനം നടത്തുന്നു. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ ഇന്ത്യ സൗദി ബന്ധത്തെ? വളരെ പ്രാചീനമായ ബന്ധമാണ് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ളത്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ ആദിമ ഘട്ടത്തിലൊക്കെ അതിൻ്റെ ആ ഘട്ടത്തിൽ സാമ്പത്തികമായി പോലും ഇന്ത്യയിലെ രാജാക്കന്മാർ സഹായിച്ചിരുന്നു. വിശിഷ്യ കഅബയുടെ സംരക്ഷണത്തിനും മറ്റും ഹൈദരാബാദ് നൈസാമിൻ്റെ വലിയ സഹകരണവും സഹായവും ഉണ്ടായിരുന്നു. ആ ബന്ധം വളരെ ഊഷ്മളമായ ഒരു ബന്ധമായി പിന്നീട് പരിണമിക്കുകയാണ് ചെയ്തത്. സൗദി അറേബ്യ പെട്രോളിന്റെ ആവിർഭാവത്തോടു കൂടി സൗദി അറേബ്യയിൽ സാമ്പത്തികമായ മുന്നാക്കമുണ്ടായപ്പോൾ പോലും ഇന്ത്യയെ അവർ വിസ്മരിച്ചില്ല. ഇന്ത്യക്ക് അവർക്ക് പകരം നൽകാനുണ്ടായിരുന്നത് മാൻ പവർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ മാൻ പവർ സൗദി അറേബ്യക്ക് സംഭാവന ചെയ്ത ഒരു രാഷ്ട്രമാണ്. നമ്മുടെ ധാരാളക്കണക്കിന് ആളുകൾ, ഏകദേശം ഇന്ത്യയുടെ ഒരു 2 മില്യൺ ആളുകളുണ്ട് എന്നതാണ് ശരിയായ കണക്ക്. അതിൽ തന്നെ വലിയൊരു വിഭാഗം മലയാളികളാണ്. ഇത്രയേറെ ആളുകൾ, ഇന്ത്യക്കാരായ ആളുകൾ ഇവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ തലങ്ങളിൽ. മാത്രമല്ല, കച്ചവടക്കാരായും മറ്റും ബിസിനസ്സുകാരായും മറ്റും ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ വിധത്തിലുള്ള സാമ്പത്തിക രംഗത്തുള്ള സഹകരണം കൂടാതെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരായും അധ്യാപകന്മാരായും ഇന്ത്യക്കാരായ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. മീഡിയ രംഗത്തും ഇന്ത്യയുടെ വലിയ സംഭാവനകൾ ഉണ്ട് എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. വിശിഷ്യ മാധ്യമം പോലുള്ള ഒരു സംരംഭത്തിന് സൗദി അറേബ്യയുടെ ആത്മാർത്ഥമായ സഹകരണം, മാധ്യമത്തിന്റെ 4 എഡിഷനുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അംഗീകാരം ലഭിച്ച പത്രമെന്ന നിലയ്ക്ക് മാധ്യമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിലെ ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിധത്തിൽ വിവിധ തരത്തിലുള്ള കൊള്ളക്കൊടുക്കുകളിലൂടെ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാണ്. മാത്രമല്ല, അബ്ദുള്ള രാജാവ് അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചതും അതിനുശേഷം മൻമോഹൻ സിംഗ് സൗദി അറേബ്യയിൽ വന്നതും വമ്പിച്ച ഒരു പുരോഗതിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. സാമ്പത്തികമായി ഇന്ന് സൗദി അറേബ്യ ഏറ്റവുമേറെ മുന്നാക്കം നിൽക്കുന്ന ഒരു രാഷ്ട്രമായി തീർന്നിരിക്കുന്നു. വിശിഷ്യ നമ്മുടെ 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയ്ക്ക് ശേഷം അറബ് രാഷ്ട്രങ്ങളുമായി അമേരിക്ക ഒരു ബന്ധം വിച്ഛേദിക്കുക എന്നതിനർത്ഥം ഊഷ്മളത നഷ്ടപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള വലിയ നിക്ഷേപങ്ങൾ തിരിച്ചു വരികയും അത് അറബ് നാടുകളിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് സൗദി അറേബ്യ ഏറ്റവും വലിയൊരു വികസനത്തിന്റെ കുതിപ്പിലാണ് യഥാർത്ഥത്തിലുള്ളത്. ഇവിടെയുള്ള ഫൈനാൻസ് സിറ്റി, അതേപോലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഒരുപാട് 32ഓളം യൂണിവേഴ്സിറ്റികൾ അടുത്തായി തന്നെ സൗദി അറേബ്യയിലുടനീളം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും മറ്റു തരത്തിലുള്ള വാണിജ്യ രംഗത്തുമൊക്കെ തന്നെ വമ്പിച്ച പുരോഗതിയാണ് ഇപ്പോൾ സൗദി അറേബ്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യക്കാരായ ആളുകളുടെ മഹത്തായ സംഭാവനകളുണ്ട്. അത് നമ്മുടെ മാൻ പവർ എക്സ്പോർട്ട് മുഖേന കൂടാതെ തന്നെ വിവിധ തരത്തിലുള്ള സാങ്കേതിക ഉപദേശങ്ങളും മറ്റും ഇന്ത്യക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരായും എഞ്ചിനീയർമാരായും ഡോക്ടർമാരായും ഇന്ത്യക്കാർ ധാരാളക്കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഒരു തൊഴിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ തൊഴിൽ കരാർ തന്നെ യഥാർത്ഥത്തിൽ ഒരു പുതിയ മുഖത്തോടു കൂടിയാണ് വരുന്നത്. നിതാക്കാത്ത് വന്നതിന് ശേഷം ഉണ്ടായിത്തീർന്ന പരിഷ്കരണങ്ങൾ, തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പരിഷ്കരണങ്ങൾ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ആ കരാർ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന കഫാലത്ത് വ്യവസ്ഥയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കി ഈ ലേബർ മാർക്കറ്റിനെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നിതാക്കാത്ത്. മാത്രമല്ല, നിതാക്കാത്തിൽ ഇപ്പോഴും തന്നെ അതിനുശേഷവും അറബികൾ, സൗദികൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് ഇന്ത്യക്കാരായ തൊഴിലാളികളാണ്. അതിൽ വിശേഷിച്ചും മലയാളികളായ തൊഴിലാളികളെയാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും വമ്പിച്ച സംഭാവനകൾ അർപ്പിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ മറ്റു പല വിധത്തിലും സഹായിക്കാനും സൗദി അറേബ്യ തയ്യാറുമാണ്. നമ്മുടെ എണ്ണ ഇറക്കുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്നത് സൗദി അറേബ്യയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയുടെ വികസനത്തിനും
അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ വികസനത്തിനും ഈ കൂട്ടായ്മ പ്രയോജനപ്പെടുന്നുണ്ട്. 83-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ സൗദി അറേബ്യയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മാത്രമല്ല സൗദി അറേബ്യയുടെ പുതിയ കുതിപ്പിന് ഇന്ത്യയുടെ ബുദ്ധിപരമായും സാമ്പത്തികമായും ശാരീരികമായുമുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണവും സംഭാവനകളും ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. വി കെ അബ്ബാസ്. ഇപ്പോൾ ജോസഫ് അതിരിങ്കൽ ചേരുന്നു, സാംസ്കാരിക പ്രവർത്തകൻ. ജോസഫ് അതിരിങ്കൽ, ഇപ്പോൾ മീഡിയ വൺ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയുടെ ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വളരെ അപൂർവമായി കാണാൻ പറ്റുന്നതാണ്. കാരണം അവിടുത്തെ ദേശീയ ദിനാഘോഷങ്ങളുടെ വർണ്ണശബളമിയാർന്ന ദൃശ്യങ്ങളാണ് നാം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സൗദി അറേബ്യയെക്കുറിച്ച് സാംസ്കാരികമായി മറ്റൊരു ചിത്രമാണ് പലപ്പോഴും സിനിമകളിലൂടെ, ലേഖനങ്ങളിലൂടെ, കഥകളിലൂടെ മറ്റും വരാറുള്ളത്, മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ദേശത്തെ സംസ്കാരത്തെക്കുറിച്ച ഒരു അപരിചിതത്വം കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു സാംസ്കാരികമായ സൗദി അറേബ്യയുടെ സമീപനങ്ങളെ? സൗദി അറേബ്യ അതിന്റെ 83-ാമത് ദേശീയ ദിനം ആഘോഷിക്കുകയാണിപ്പോൾ. അത് സ്വദേശികൾ മാത്രമല്ല, വിദേശികളും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു. ജദ്ദയിലും റിയാദിലും ഒക്കെയുള്ള ഇന്ത്യൻ സംഘടനകൾ, പ്രത്യേകിച്ച് മലയാളി സംഘടനകൾ ഒക്കെ തന്നെ ഈ ദേശീയ ദിനം വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതിർത്തികൾ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. 2010 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൗദി സന്ദർശനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല. 5000 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ നിർമ്മിച്ച ഒരു മുഖേന ഗൾഫ് മേഖലയുമായിട്ടുള്ള വാണിജ്യ ബന്ധം നടന്നുവെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നീണ്ട ഒരു ഭൂതകാലം ഇന്ത്യക്ക് ഗൾഫ് മേഖലയുമായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മുസ്ലിം പണ്ഡിതർ ഇസ്ലാം പഠനത്തിനായി മെക്കയിലേക്ക് തിരിച്ചപ്പോൾ ഇന്ത്യയിലേക്ക് കണക്കും സയൻസും പഠിക്കാൻ ഗൾഫ് മേഖലയിൽ നിന്ന് പണ്ഡിതന്മാർ വന്നു. തുടർച്ചയായിട്ടുള്ള ഇന്ത്യൻ ഭരണാധികാരിമാരുടെ സൗദി സന്ദർശനം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തിന് കാരണമായിട്ടുണ്ട്. ഏതാണ്ട് 2.5 മില്യൺ ഇന്ത്യക്കാർ പണിയെടുക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ പോലും ഈ സാംസ്കാരികപരമായ രീതിയിലുള്ള ഒരു വിനിമയം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സൗദിക്ക് വെളിയിലുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇതിൽ പകുതിയിലധികം വരും മലയാളികൾ. നമ്മുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് ഈ ഇവിടെയുള്ള ഇന്ത്യക്കാർ വഹിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളുടെ പട്ടിണി മാറ്റാൻ ഉതകിയിട്ടുള്ളത് സൗദി അറേബ്യയിൽ നയിക്കുന്ന പണമാണ്. മൊത്തം പ്രവാസികളുടെ എണ്ണം 87 ലക്ഷമാണ് സൗദി അറേബ്യയിൽ. അപ്പോൾ ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റുള്ള രാജ്യക്കാരെയും പോറ്റി പുലർത്തുന്നതിൽ സൗദി അറേബ്യ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എങ്കിലും സൗദി അറേബ്യയിലെ സംസ്കാരത്തെക്കുറിച്ച് അടുത്തറിയാൻ, സൗദി അറേബ്യയിലെ എഴുത്തുകാരുടെ രചനകളെ കുറിച്ചറിയാൻ, സൗദി അറേബ്യയുടെ സംസ്കാരത്തെ കുറച്ചുകൂടി അടുത്തറിയാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ പോകുന്നു എന്ന് പറയേണ്ടി വരും. സൗദി അറേബ്യയില് മാത്രമല്ല ഗൾഫ് മേഖലയിലുള്ള സാഹിത്യ മേഖലയിലുള്ള സംഭാവനകളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഒരുപക്ഷെ അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള ആളുകളുടെ ഒരു സേവനം നമുക്ക് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ സൗദി അറേബ്യയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ചില നോവലുകളുടെയും കഥകളുടെയും കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതല്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുടെ പേരിൽ 30 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശത്തിലെ ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യ നൽകുന്ന സംഭാവനയോ താറടിച്ച് കാണിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഇപ്പം ഈ നിതാക്കതുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ എത്രയോ കാരുണ്യപരമായിട്ടുള്ള ഒരു നിലപാടാണ് അബ്ദുള്ള രാജാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള പിഴകളും കൂടാതെ രാജ്യം വിട്ടുപോകാൻ അബ്ദുള്ള രാജാവ് കാണിച്ച ഈ ഒരു കാരുണ്യത്തിന്റെ വലിയൊരു പ്രഖ്യാപനം, അത് ഏത് വാക്കുകൾ കൊണ്ടാണ് നമുക്ക് തിരിച്ച് നൽകാൻ കഴിയുക? ജോസഫ് അതിരിങ്കൽ, താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ KM റഷീദ്, തനിമ സാംസ്കാരിക കൂട്ടായ്മയുടെ അധ്യക്ഷൻ സൗദി അറേബ്യയിൽ, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. KM റഷീദ്, മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയുടെ സാംസ്കാരികമായ സമീപനങ്ങളെ മറ്റൊരു രീതിയിലാണ് കേരളത്തിൽ വരച്ചു കാട്ടപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ സാംസ്കാരികമായി എത്രമാത്രം ഔന്നത്യം പ്രാപിച്ചവരാണ് സൗദി ജനത? കഴിഞ്ഞ ദിവസങ്ങളിൽ
സൗദിയിലെ ഉക്കാൽ ചന്തയിലെ കവികളുടെ ആഘോഷങ്ങൾ മീഡിയ വൺ ഉൾപ്പെടെ പ്രക്ഷേപണം ചെയ്തിരുന്നു. ആ വാർത്ത ഞങ്ങൾ കാണിച്ചിരുന്നു. യഥാർത്ഥത്തിൽ സാംസ്കാരികമായി സമ്പന്നമായ ഒരു പശ്ചാത്തലമാണ് സൗദിയെക്കുറിച്ച് അത്തരം വാർത്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? സൗദി അറേബ്യയുടെ ഈ സാംസ്കാരികമായ ഉന്നത നിലവാരം മനസ്സിലാക്കുന്നതിൽ ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കേരളീയർ, പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് സൗദി അറേബ്യയെ പശ്ചാത്തലമാക്കി പുറത്തു വന്നിട്ടുള്ള ചില സിനിമകളും ചില നോവലുകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു പക്ഷേ ഭാഷ ഒരു തടസ്സമായിരിക്കും. സൗദി അറേബ്യയുടെ സാംസ്കാരികമായ വളർച്ചയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് അറബി ഭാഷയെ അടിസ്ഥാനമാക്കിയും അതേപോലെ തന്നെ ഇസ്ലാം എന്ന മതമൂല്യത്തെ അടിസ്ഥാനമാക്കിയും ഉള്ളതാണ്. ഇതിന്റെ ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിന്റെ ഒരു പോരായ്മ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ നിന്നായിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പോൾ ശ്രീ ജോസഫ് അതിരിങ്കൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നേരിട്ടും അടുത്തു നിന്നും അനുഭവിക്കുകയും ആ സാംസ്കാരികമായ ഔന്നത്യത്തെ സ്വാംശീകരിക്കുവാൻ കേരളീയ ജനതയിൽ നല്ലൊരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഈ ദേശീയ ദിനാഘോഷം എന്ന് പറയുന്നത് തന്നെ സൗദികളിൽ മാത്രമല്ല, ഒരുപക്ഷെ മീഡിയ വൺ തന്നെ ഇപ്പൊ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിപ്പിംഗ്സുകളിൽ ഇവിടുത്തെ വിദേശികൾ ഒന്നടങ്കം, പ്രത്യേകിച്ച് കേരളീയരും ഒക്കെ തന്നെ വളരെ ആഹ്ലാദപൂർവ്വം ഈ സൗദി നാഷണൽ ഡേയുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ മലയാള പത്രങ്ങളും ഇന്ന് പ്രത്യേകമായ സപ്ലിമെന്റുകൾ ഇറക്കിക്കൊണ്ട് പിന്നെ സൗദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വിധത്തിൽ ഒരു സാംസ്കാരികമായ വിനിമയത്തിന് ഇവിടെയുള്ള വിദ്യാസമ്പന്നരായ മലയാളികൾ, ഇന്ത്യക്കാരിൽ പ്രത്യേകിച്ച് മലയാളികൾ സന്നദ്ധമാവുകയും അത് ആ അർത്ഥത്തിൽ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തെ മീഡിയകളുടെ ഒരു തെറ്റായ പ്രചാരണം മൂലം നാട്ടിലെ സാംസ്കാരിക നായകന്മാരും അതേപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതിനുമൊക്കെ സൗദി അറേബ്യയെ കുറിച്ച് ഒരു മോശമായ ധാരണ വെച്ച് പുലർത്തുകയും അവരുടെ രചനകളിലും സൃഷ്ടികളിലുമൊക്കെ അത് വല്ലാണ്ട് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഗദ്ദാമ പോലെയുള്ള സിനിമകൾ നമുക്കറിയാം, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ വളരെ വലുതായി പർവ്വതീകരിക്കപ്പെടുന്നു. ഇത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് ഒരു പ്രവാസി എന്ന പറയാതിരിക്കാൻ കഴിയില്ല. ഏതാണ്ട് 28 വർഷമായി സൗദി അറേബ്യയിൽ കഴിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തു നിന്നുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരികമായ ഔന്നത്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വളരെ സന്തോഷകരമാണ്. ആ ഔന്നത്യത്തിന്റെ ഗുണഫലങ്ങളെ അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന ഒരു നഷ്ടബോധമാണ് ആ വിഷയത്തിൽ ഉള്ളത്. തിരികെ താങ്കളിലേക്ക് ഇപ്പോൾ കെ പി മുഹമ്മദ് കുട്ടിയിലേക്ക് വീണ്ടും. ഇവിടെ സൂചിപ്പിച്ചു ഗദ്ദാമ പോലുള്ള സിനിമകൾ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിച്ഛായ, സൗദിയെക്കുറിച്ച പ്രതിച്ഛായയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ത്യൻ എംബസിയുടെ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇത്തരം വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലെ പരിമിതികളല്ലേ യഥാർത്ഥത്തിൽ വളരെ അപൂർവമായി മാത്രം ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്ന ഇത്തരം വിഷയങ്ങളെ ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് നാട്ടിൽ അവതരിപ്പിക്കപ്പെടാനുള്ള കാരണമായിട്ടുള്ളത്? മിസ്റ്റർ അജിത് സിംഗ്, താങ്കളുടെ ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. ഈ രംഗത്ത് ഇന്ത്യൻ എംബസി പോലെയുള്ള സാംസ്കാരിക നായന്മാരടക്കമുള്ള സാഹിത്യകാരന്മാരും മീഡിയകളും അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധ പതിയേണ്ടതാണ്. ഞങ്ങൾ ഈ പത്രം വായിക്കുകയും ആ സിനിമ കാണുകയും ചെയ്തപ്പോഴുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഗതിയാണത്. ഒറ്റപ്പെട്ട ഏതാനും ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ടല്ലോ. എന്നാൽ അന്യനാട്ടുകാരായ സൗദി അറേബ്യയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ നഴ്സിംഗ് സ്റ്റാഫുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്രയേറെ സുരക്ഷിതമായ ഒരൊറ്റൊരു പ്രദേശം അവർക്ക് കേരളത്തിൽ പോലും ലഭ്യമല്ല. 1 ലക്ഷത്തോളം രൂപ ശമ്പളമാണ് അവർക്ക് നൽകുന്നത് BSc നഴ്സായി എത്തിക്കഴിഞ്ഞാൽ. 10ാമത് മാസം പൂർത്തിയാവുന്നതോടെ നാട്ടിലേക്ക് തിരിച്ചുള്ള ടിക്കറ്റ് സൗജന്യമായി നൽകുകയാണ്. വിസയ്ക്ക് കാശ് വാങ്ങുന്നേയില്ല, യാത്രാ ടിക്കറ്റുകൾ വാങ്ങുന്നേയില്ല. ഇങ്ങനെയൊക്കെ വളരെ സുരക്ഷിതമായിരിക്കുന്നവർക്ക് ആകെ തടസ്സമായി നിൽക്കുന്നത് അപായ ധരിക്കേണ്ടി വരും, പർദ്ദ ധരിക്കേണ്ടി വരുന്ന തെറ്റായ ധാരണ ഇത്തരം ഫിലിമുകളിലൂടെ, സിനിമകളിലൂടെയും നോവലുകളുടെയും പ്രത്യക്ഷപ്പെട്ടതാണ്. എനിക്ക് തീർച്ചയായും ഞാൻ YDPC ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ കൺസൾട്ടൻസിയുടെ ഒരു ചെയർമാൻ എനിക്ക് പറയാൻ കഴിയും, ധാരാളം ആൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും സുരക്ഷിതമായൊരു മേഖല മറ്റൊന്നില്ല. കൃത്യമായ ശമ്പളം കൊടുക്കുന്നു, സുരക്ഷിതമായ താമസ സൗകര്യം കൊടുക്കുന്നു, യാത്ര കൃത്യമായി നിർവഹിക്കുന്നു, അവരെല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ തൊഴിലാളികൾക്ക് ഏറെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം. എന്നിട്ടും ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന അതുമൂലം സൗദി അറേബ്യയ്ക്ക് മിനിഞ്ഞാന്നും ഈ ആഴ്ചയിലുമായി എത്ര നഴ്സുമാരാണ് കടന്നു വന്നിരിക്കുന്നത്? മക്കയിലും മദീനയിലും മാത്രമല്ല, തൊബൂക്കും പരിസര പ്രദേശങ്ങളിലും ഈസ്റ്റേൺ പ്രൊവിൻഷ്യൽ ഭാഗത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങളുടെ KMCCയുടെ പ്രവർത്തകന്മാർ രക്തദാനം നൽകിക്കൊണ്ടാണ് ഈ സന്തോഷ